നമസ്കാരം. എൻ്റെ പേര് ശാലിനി. ഞാനൊരു ഓൺലൈൻ ഇൻഡിപെൻഡൻറ്റ് ചിൽഡ്രൻസ് ബുക്ക് സ്റ്റോറുടെ ഓണറാണ്. ഈ ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേയിൽ ഞാൻ പർപ്പിൾ പെൻസിൽ പ്രോജക്റ്റിൻ്റെ കൂടെ ഒരു കഥ പറയാൻ പോവാണ്. ഇതൊരു മുത്തശ്ശി കഥയാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥ. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ ഒരു പാട്ടാളി ഉണ്ടായിരുന്നു. പാട്ടാളി വലിയ പൈസക്കാരനായിരുന്നു. ആളുടെ അടുത്ത് കുറേ ഭൂമിയും വസ്തുവും സമ്പാദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിലെല്ലാത്തിലും പാട്ടാളിക്ക് ഏറ്റവും പ്രിയമുള്ള സാധനമായിരുന്നു ആളുടെ പാത്രങ്ങൾ. ആളുടെ അടുത്ത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ചെറിയ പാത്രങ്ങൾ, വലിയ പാത്രങ്ങൾ, അങ്ങനെ പല പല പാത്രങ്ങൾ. ഈ ഗ്രാമത്തിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, കല്യാണമായിക്കോട്ടെ, 16 ആയിക്കോട്ടെ, പാത്രങ്ങൾ ഈ പാട്ടാളിയുടെ വീട്ടിൽ നിന്നായിരുന്നു പോവുണ്ടായിരുന്നത്. പാത്രങ്ങൾ വാടകയ്ക്ക് പോവായിരുന്നു കേട്ടോ. ഇത് പാട്ടാളിക്ക് ഒരു കാശുണ്ടാക്കാൻ രീതിയായിരുന്നു. പക്ഷെ പാട്ടാളിക്ക് ഭയങ്കര പ്രിയമായിരുന്നു ഈ പാത്രങ്ങൾ. ഒരു ദിവസം ഗ്രാമത്തിലുള്ള ഒരാൾ, ഗോപാലൻ, ആളുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ആൾ വന്നിട്ട് പാട്ടാളിയുടെ അടുത്തുനിന്ന് വാടകയ്ക്ക് ഈ പാത്രങ്ങൾ കൊണ്ടുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഗോപാലൻ പാത്രങ്ങളൊക്കെ ആയിട്ട് പാട്ടാളിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ പാട്ടാളി കണ്ടു, പാട്ടാളിയുടെ പാത്രങ്ങളുടെ കൂടെ കുറേ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടായിരുന്നു, പാട്ടാളി അറിയാത്ത പാത്രങ്ങൾ. അപ്പോൾ പാട്ടാളി ഗോപാലനോട് ചോദിച്ചു, ഇതാരുടെ പാത്രങ്ങളാ? ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇത് എൻ്റെ അല്ലല്ലോ. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, നിങ്ങൾ പാത്രങ്ങൾ എനിക്ക് തന്നപ്പോൾ അതിൽ കുറേ പാത്രങ്ങൾ ഗർഭിണിയായിരുന്നു. അവർക്കൊക്കെ കുട്ടികളുണ്ടായി എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ വരുമ്പോൾ അമ്മയുടെ കൂടെ കുട്ടികളെയും കൊണ്ടുവന്നു. പാട്ടാളിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ പാട്ടാളിക്ക് സന്തോഷമായി. എനിക്ക് ഇനിയും പാത്രങ്ങൾ കിട്ടിയല്ലോ, അപ്പോൾ എന്തിനാ വെറുതെ ഇയാളോട് സംസാരിക്കണ്ടേ, ഞാൻ പാത്രങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഞാൻ സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാട്ടാളി പറഞ്ഞു, ഓ ശരി, ഞാൻ പാത്രങ്ങളൊക്കെ വെച്ചോളാം. അങ്ങനെ ഗോപാലൻ പോയി. കുറച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് ഗോപാലൻ്റെ വീട്ടിൽ വേറെ എന്തോ ഒരു പെരുന്നാളോ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഗോപാലൻ പിന്നെയും പാട്ടാളിയുടെ വീട്ടിൽ വന്നു പാത്രങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പാട്ടാളിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആൾ വിചാരിച്ചു, ഈ ഗോപാലൻ പിന്നെയും പാത്രങ്ങൾ കൊണ്ടുപോകും, ഇനിയും എനിക്ക് പാത്രങ്ങൾ കിട്ടും. അപ്പോൾ പാട്ടാളി വലിയ സന്തോഷത്തിൽ പാത്രങ്ങൾ കൊടുത്തയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു, ഗോപാലനെ കാണാനില്ല, പാത്രങ്ങൾ വരുന്നില്ല. അപ്പോൾ പാട്ടാളി വിചാരിച്ചു, കുറച്ച് ദിവസം ഇനി ക്ഷമിച്ച് നോക്കാം. പക്ഷേ ഒരു 10-15 ദിവസമായിട്ട് പാത്രങ്ങൾ വന്നില്ല. അപ്പോൾ പാട്ടാളിക്ക് ദേഷ്യം വന്നു. ആൾ പോയി ഗോപാലൻ്റെ വീട്ടിൽ പോയിട്ട് ഗോപാലനോട് ചോദിച്ചു, എൻ്റെ പാത്രങ്ങൾ എവിടെ? ഗോപാലൻ പറഞ്ഞു, നിങ്ങളുടെ പാത്രങ്ങളോ? അതൊക്കെ മരിച്ചു പോയല്ലോ. അപ്പോൾ പാട്ടാളിക്ക് ദേഷ്യം വന്നിട്ട് എന്താ പറയാന്നൊന്നും മനസ്സിലാവുന്നില്ല. ഗോപാലൻ പറഞ്ഞു, അല്ല, പാത്രങ്ങൾക്ക് പ്രസവിക്കാം, അങ്ങനെയാണെങ്കിൽ പാത്രങ്ങൾക്ക് മരിക്കും ചെയ്യാമല്ലോ. നിങ്ങൾ അന്ന് എൻ്റെ അടുത്തുനിന്ന് നിങ്ങളുടെ പാത്രങ്ങൾ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ചെറിയ പാത്രങ്ങൾ എടുത്തു, അപ്പോൾ ഇപ്പോൾ അവർ മരിച്ചുപോയി. അത്രയേ ഉള്ളൂ കഥ.